മഞ്ഞപ്പിത്തം പിടിപെട്ട് ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ചർച്ചകളാണ്, ചാനൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഈ മരിച്ച കുട്ടീൻ്റെ മാതാവ് നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അറിവുള്ള ആളാണെന്നും അതിൽ പറയുന്നുണ്ട് അവർ. ശരിക്കും ഇതിൽ നമ്മളെ ഈ അക്യുപഞ്ചർ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന, അക്യുപഞ്ചർ ചികിത്സ മാത്രം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണെന്നാണ് അവരുടെ മരിച്ച കുട്ടീൻ്റെ ഉമ്മ ഹിറ എന്ന് ഓനെന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണിത്. ഈ കുറേ ആളുകൾ ഈ അക്യുപഞ്ചറിൻ്റെ പിന്നാലെ പോവുക, വേറെ കുറേ ആളുകൾ യുനാനിൻ്റെ പിന്നാലെ പോവുക, അവരത് മാത്രമേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇതൊരു ബിസിനസ് മേഖലയായിട്ടുണ്ട് ഈ മോഡേൺ മെഡിസിൻ. ഇപ്പോൾ കുറേ ഹോസ്പിറ്റലുകളും അവിടെ വലിയ ചികിത്സക്ക് വലിയ തുക ചിലവാകുന്നതൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട്. പിന്നെ ഒരു വിശ്വാസക്കുറവുണ്ട്. കാരണം പല മരുന്ന് കമ്പനികളും നമ്മളെ ചതിക്കുകയാണ്, നമ്മളെ പറ്റിക്കുകയാണ്, നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പല വാക്സിനൊക്കെ ഇറങ്ങിയത്. ഇപ്പോൾ വാക്സിനൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഈ പല്ലൊക്കെ കംപ്ലൈൻ്റ് ആയി പോവുക, മൂട വീക്കം, അത് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം ഇതുകൊണ്ടാണോ എന്ന് അറിയില്ല, പരിശോധിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും കുറേ ആളുകൾ പറഞ്ഞേ കേട്ടിട്ടുണ്ട് പലവിധ ബുദ്ധിമുട്ടുകളും വാക്സിൻ വെച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്. അപ്പോൾ അത് ചിലപ്പോൾ സംഭവിക്കാം, കാരണം ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് ഈ മോഡേൺ മെഡിസിൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ മരുന്ന് കമ്പനികൾ മെഡിസിൻ ഇറക്കിയിട്ടുള്ളതിന് മുമ്പ് അവർ കൃത്യമായിട്ടുള്ള ഒരു ലാബ് ചെക്കിംഗ് ഒന്നും നടത്തിയിട്ടുണ്ടാവണമെന്നില്ല. കാരണം കോവിഡിൻ്റെ സമയത്തൊക്കെ വളരെ വേഗതയിൽ മരുന്ന് പുറത്തിറക്കണം എന്നുള്ളൊരു ചിന്തയിലൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ലോക ആരോഗ്യ സംഘടന WHO നോക്കേണ്ട കാര്യമാണ്, അവരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ റഷ്യ, അമേരിക്ക, പല രാജ്യങ്ങളിലും ഈ വാക്സിൻ മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് കാരണമാണ്. ഈ മോഡേൺ മെഡിസിനോടുള്ള വിശ്വാസം പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. പിന്നെ ഇതിൻ്റെ തുക, കാരണം ഈ അക്യുപഞ്ചറും അതുപോലെ തന്നെ ആയുർവേദം, യുനാനി, ഇതിനൊക്കെ ചെറിയ തുകയാണ് ചിലവാകണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കൂടുതൽ പൈസ ചിലവ് വരുന്നത് ഈ മോഡേൺ മെഡിസിൻക്കാണ്. മരുന്നുകൾക്കൊക്കെ ചിലവ് കൂടുതൽ, വലിയ തുക ചിലവ് വരുന്നത്. സത്യത്തിൽ ശരിക്കും ഇതിന് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാർ ഇപ്പോൾ ഏതൊക്കെ ചികിത്സ ഏതുവരെ എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ അക്യുപഞ്ചർ ചികിത്സ ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. അക്യുപഞ്ചർ ഈ ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഹിജാമ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പല ആളുകളും ചെയ്തതായിട്ടും അവർക്കൊക്കെ നല്ല സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നത് നമ്മളിതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഈ അക്യുപഞ്ചർ ചികിത്സ മോശമാണെന്നുള്ള അഭിപ്രായവും നമുക്കില്ല. അക്യുപഞ്ചർ അതിൻ്റേതായിട്ടുള്ള ഗുണം ഉണ്ടാവാം, പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ടാവാം, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഈ പെയിൻ റിലീഫൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളുടെ പീരിയഡ്സിൻ്റെ കാര്യത്തിലൊക്കെ അവർ കൃത്യമായ രീതിയിൽ ഡേറ്റൊക്കെ കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾവിയാണ്. പക്ഷേ ഈ ആയുർവേദിക് അതുപോലല്ല. ആയുർവേദിക്ക് ഏകദേശം 5000 വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം ശരിക്കും ഒരുപാട് പേര് അംഗീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ മോഡേൺ മെഡിസിൻ ചികിത്സ നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സയാണ് ഈ ആയുർവേദിക്. എന്നിരുന്നാൽ പോലും ആയുർവേദിക്കിന് ഒരു പരിമിതിയുണ്ട്, ഏതുവരെ പോകാമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വിരൽ പെട്ടെന്ന് വെച്ച് ഇങ്ങോട്ട് മുറിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ എല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടി, അല്ലെങ്കിൽ കൈ വലിയ രീതിയിലൊന്ന് കീറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനാണ് ആശ്രയിക്കുക. കാരണം അത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. അത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്ത്. അപ്പോൾ അത് 5 വർഷം MBBS പഠിച്ച്, അത് കഴിഞ്ഞിട്ട് MD 3 വർഷമാണോ അറിയില്ല, 2 ആണോ 3 ആണോ അറിയില്ല, അത് പഠിച്ച് അതിന് ശേഷം ഈ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു 2 വർഷം 3 വർഷമൊക്കെ അറിയില്ല എത്ര വർഷമാണ്. അതൊക്കെ കഴിഞ്ഞിറങ്ങുന്ന ഡോക്ടർമാരായിരിക്കും. അപ്പോൾ അവരത്രത്തോളം ശരിക്കും സയൻറ്റിഫിക്കലി പഠിച്ചിട്ടുള്ള ആളുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ അത് ചെയ്യും. അത് നമുക്കൊരിക്കലും ആയുർവേദിക്കിലോ അല്ലെങ്കിൽ യുനാനിയിലോ അക്യുപഞ്ചറിലോ പോയിട്ട് ചെയ്യാൻ പറ്റുമോ? വിരൽ മുറിഞ്ഞതൊക്കെ, എല്ല് പൊട്ടിയതൊക്കെ എത്രത്തോളം വിജയകരമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരെ മറിച്ച് നമുക്കൊന്ന് ശരീരം ഒന്ന് തടി കൂടണം, അല്ലെങ്കിൽ ശരീരം ഒന്ന് മെലിയണം, അല്ലെങ്കിൽ ഒരു ഉളുക്ക് മാറണം, അല്ലെങ്കിൽ ഇപ്പോൾ തലയിൽ നല്ല താരൻ്റെ ബുദ്ധിമുട്ടുണ്ട്, നല്ല മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ വരുമ്പോൾ ആളുകളെന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ആളുകളൊക്കെ ആയുർവേദിക്കിനാണ് ആശ്രയിക്കുക. കാരണം അവരും പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്, അത് അവർക്കും അറിയാം, അത് അവർ പറയുകയും ചെയ്യും. അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ അസുഖങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പഴയ കാലഘട്ടം മാറി, അപ്പോൾ അതിനനുസരിച്ചിട്ട് ആളുകൾ മാറുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ യുനാനിക്കും ഒരു പരിധി വരെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ അക്യുപഞ്ചർ. ദുനിയാവിലുള്ള എല്ലാ അസുഖങ്ങളും മാറ്റാൻ അക്യുപഞ്ചർ കൊണ്ട് സാധിക്കില്ല, അവർക്കും ലിമിറ്റേഷൻ ഉണ്ട്. ഈ ലിമിറ്റേഷൻ ഉള്ളത് ഗവൺമെൻറ് തീരുമാനിക്കണം, എവിടെ മുതൽ എവിടം വരെ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. പക്ഷേ ചില ആളുകളുടെ വിശ്വാസത്തിൽ അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഈ മഞ്ഞപ്പിത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക്കലി അതിന് മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യേണ്ടതൊക്കെ മോഡേൺ മെഡിസിനിലാണ് കൂടുതൽ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഓരോ ദിവസവും പുതിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നല്ല റിസൾട്ട് വരുമ്പോൾ അത് സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്.
അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ വരുന്നത് ഈ മോഡേൺ മെഡിസിനിൽ അതിൻ്റെ പേരിൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് പല ലാബുകളിലും പല തരത്തിലുള്ള ടെസ്റ്റുകളും പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അപ്പോൾ അതിലാണ് കൂടുതലായിട്ട് നമ്മൾ ഒരു അവസാനം എന്ന് പറയുന്നത് അതിലാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒട്ടും മാറാത്ത പനി, ഒട്ടും മാറാത്ത കഫക്കെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു മുറിവ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റു ചികിത്സകളെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് പോലും നമ്മൾ അങ്ങനെ പറയാറില്ല. മറ്റു ചികിത്സകളെ കുറിച്ചിട്ടില്ല, നമ്മൾ നേരെ മോഡേൺ മെഡിസിനിലായിരിക്കും. അതായത് ക്ലിനിക്ക് ഉണ്ടാവും തൊട്ടടുത്ത്, അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവും, അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അപ്പോൾ പല രീതിയിലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് സാധാരണ നമ്മൾ, അതിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ക്ലിനിക്കിൽ അവിടെ കുറവാണ്, ഡോക്ടർക്ക് ഒരു 100 രൂപ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കാണിക്കാം. മരുന്നും കുടിങ്ങിയിട്ട് നമുക്കൊരു 500 രൂപ ചിലവ് വരുള്ളൂ. അത് സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് നോക്കിയേ പറ്റുള്ളൂ. അങ്ങനെ പോകും. കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ഹോസ്പിറ്റലിൽ പോകും. അവിടെ കുറച്ച് ഗ്രേഡ് കൂടിയിട്ടുള്ള ഡോക്ടർമാരായിരിക്കും ഉണ്ടാവുക. ഗവൺമെൻറ്റിലും ഉണ്ട്, ഇല്ല എന്നല്ല. അല്ലാതെ നമ്മളത് ആയുർവേദിക്കിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അക്യുപഞ്ചറോ ഒന്നും ആയിരിക്കില്ല. അക്യുപഞ്ചറിന് ചികിത്സിച്ചിട്ട് ഭേദമാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അക്യുപഞ്ചർ ഇത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾ പഠിക്കുന്നതാണോ, എത്ര വർഷമാണ് ഇത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര വർഷം പഠിച്ചിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്, ഏതൊക്കെ ചികിത്സ അവർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമുക്കും ആ സംശയമുണ്ട്. ഇതിന് ക്വാളിഫിക്കേഷൻ എന്താണ്, ഈ കോഴ്സ് പഠിക്കാൻ, അല്ലെങ്കിൽ എത്ര വർഷത്തെ കോഴ്സാണിത്, ഇതിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ എങ്ങനെ, ഇതിൻ്റെ തിയറി, ഇതിൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് ധാരണക്കുറവുണ്ട്. നമ്മുടെ പ്രശ്നമാണോ എന്നറിയില്ല, എനിക്ക് വ്യക്തമായിട്ട് ധാരണ ഇല്ല. ഒന്ന് രണ്ട് ആളുകൾ പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട്, കാരണം അതൊരു നല്ല ചികിത്സ ആണെന്നുണ്ടെങ്കിൽ അത് ആളുകളിലേക്ക് എത്തണം, ആളുകൾ ആ ചികിത്സ തേടണം. പക്ഷേ ഏതൊക്കെ അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും? 100% എല്ലാ അസുഖങ്ങൾക്കും, ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും അവർക്ക് ചികിത്സിക്കാൻ കഴിയും എന്ന് പറയാൻ പാടില്ല. അതൊരു വലിയൊരു പൊട്ടത്തരാണ്. പിന്നെ അതേപോലെ തന്നെ ആയുർവേദിക്കിനും 100% ചികിത്സ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദിക്കിനും അവകാശം പറയാൻ പറ്റില്ല. ഇത് ശരിക്കും അത്തരത്തിലുള്ളൊരു അവകാശം 100% എല്ലാ അസുഖത്തിനും നമുക്ക് ട്രൈ ചെയ്യുക എന്ന് പറയാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് മോഡേൺ മെഡിസിനിക്ക് മാത്രമാണ്. കാരണം അതിൽ അത്രത്തോളം അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എല്ലാ ഓപ്പറേഷൻസും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഈ മെഷീനറീസും ഒക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരുവിധം വലിയ കേരളത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു 10-20 ഹോസ്പിറ്റലുകളുണ്ട്, അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഹൃദയ ശസ്ത്രക്രിയ, ഇപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഓപ്പറേഷൻസ്, കീറി മുറിക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ മോഡേൺ മെഡിസിനിലാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ വിശ്വാസം ആളുകൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ജനങ്ങളോട് ഇടപെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റ്, മാനസിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, മാനസിക പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മോഡേൺ മെഡിസിനാണത്. അത് ഉറപ്പായിട്ടും സൈക്കോളജിയിൽ നമുക്ക് മെഡിസിൻ തരുന്നില്ലെങ്കിൽ പോലും അതും അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ മോഡേൺ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അതിനിപ്പോൾ നമുക്കിപ്പോൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നില്ല യുനാനി ചികിത്സ ഉണ്ടോയെന്ന് അറിയില്ല, അക്യുപഞ്ചറിൽ ചികിത്സ ഉണ്ടാ, അല്ലെങ്കിൽ ഈ തെറാപ്പികൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈക്കോളജിയിൽ ഇപ്പോൾ ഒരുപാട് തെറാപ്പികളുണ്ട്. CBT പോലുള്ള ACT, CBT, BT, DBT, അങ്ങനെ ഒരുപാട് തെറാപ്പികളുണ്ട്. FT, അങ്ങനെ കുറേ തെറാപ്പികളുണ്ട്. ഇതൊക്കെ മോഡേണിൽ പെട്ടതാണ്. അതുപോലെ തന്നെ കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതും മോഡേണിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതൊന്നും യുനാനിയിലും അല്ലെങ്കിൽ ആയുർവേദിക്കിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ അപ്ഡേഷൻ സംഭവിച്ചിട്ടുള്ളതും എല്ലാ ചികിത്സയും നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ തരം ചികിത്സയും മോഡേൺ മെഡിസിനിൽ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ല മുടി കൊഴിച്ചിലുണ്ട്, നമ്മൾ ഒരിക്കലും മോഡേൺ മെഡിസിനെ ആശ്രയിക്കാറില്ല. ഡോക്ടർമാരെ കൊണ്ടേ കാണിക്കുമോ? എനിക്കറിയില്ല. ഇപ്പോൾ താരൻ്റെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെ കൊണ്ടേ കാണിക്കുമോ? ഇപ്പോൾ സ്കിന്നിൻ്റെ ആളെ കൊണ്ടേ കാണിക്കുമോ? ഇല്ല. നമ്മളവിടെ എന്ത് ചെയ്യും? നമ്മൾ ആയുർവേദിക്കിൻ്റെ സഹായം തേടും. കാരണം നമുക്കറിയാം ആയുർവേദിക്കിൽ മാത്രമാണ് കുറച്ചുകൂടെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ആയുർവേദിക്കിൻ്റെ സഹായം തേടും. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ചികിത്സകൾക്ക് ആയുർവേദിക്കിനെ സമീപിക്കണം, ഏതൊക്കെ ചികിത്സ മോഡേൺ മെഡിസിനിലേക്ക് പോകണം, ഏതൊക്കെ ചികിത്സ യുനാനിയിൽ പോകണം, ഏതൊക്കെ ചികിത്സ അക്യുപഞ്ചറിൽ പോകണം എന്നുള്ള ധാരണ ജനങ്ങൾക്ക് ഉണ്ടാവണം. അതിനുള്ളൊരു ബോധവൽക്കരണം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. സർക്കാർ അത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയെങ്കിലേ ജനങ്ങൾക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുള്ളൂ. ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോകണം, അല്ലേ? വയറിന് നല്ലൊരു വേദന, കുറേ കാലമായിട്ട് വയറിന് നല്ല വേദന ഉണ്ട്, നമ്മൾ ഏത് ഡോക്ടറെ കാണിക്കണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടറെ കാണിക്കണം? അങ്ങനെ ഉണ്ടല്ലോ. എല്ലാത്തിനും ജനറലെ കൊണ്ടേ കാണിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ആരൊക്കെ കാണിക്കണം, എവരൊക്കെ കാണിക്കണം എന്നുള്ളൊരു ധാരണ വേണം.
ഏതൊക്കെ അസുഖങ്ങൾക്ക് ഏതുവരെ ആരൊക്കെ കാണിക്കാം, അങ്ങനെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പല ഭാഗങ്ങളിലും പല ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ടീച്ചേഴ്സും അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയെങ്കിലാണ് ആളുകൾക്ക് ആ ഒരു വിവരം ജനങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് അവരുടെ സ്വന്തം കാര്യം അവിടെ പോയി കാണിക്കാം എന്നുള്ളത്. ഇത് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടൊരു ധാരണയില്ല. അറിവുള്ളവർക്ക് പോലും, നല്ല വിദ്യാഭ്യാസമുള്ള ഡിഗ്രി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ടുള്ള, എന്തിനു പറയുന്നു PhD എടുത്തിട്ടുള്ള ആളുകൾക്ക് പോലും ഇതേക്കുറിച്ച് ഇങ്ങോട്ട് ഈ അസുഖത്തിന് എവിടെ കൊണ്ടുപോയി കാണിക്കണം, ആരൊക്കെ ഇത് ചികിത്സിക്കുമെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. അതിന് മുമ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ അക്യുപഞ്ചറും അതുപോലെ തന്നെ ആയുർവേദിക്കും മറ്റുള്ള യുനാനി ഇവരൊക്കെ ഏതുവരെ ചികിത്സിക്കും, ഇവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ സർക്കാരിന് വേണം. അപ്പോഴാണ് ഈ ക്ലാസ് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോർപ്പറേഷൻസും അതേപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാവരും മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലൊരു തീരുമാനമാവും. അതല്ല ഇപ്പോൾ ഒരു കുട്ടി മരിച്ചു അങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഇനിയും ഉണ്ടാവും. പല ആളുകളുടെ ജീവനും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങളും സംഭവിക്കാനുണ്ട്. അപ്പോൾ സമൂഹം നല്ല രീതിയിൽ വളരുന്നുണ്ട്. ടെക്നോളജി നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിലും കൂടി നമുക്കൊരു ധാരണ ഇല്ലെങ്കിൽ വലിയൊരു പരാജയമായിരിക്കും ഉണ്ടാവുക. കാരണം വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ട്, എന്നാലോ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലതാനും. ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കണില്ലല്ലോ. സ്കൂളിൽ ഇത്തരം വിഷയങ്ങളൊന്നും സ്കൂളിൽ പഠിപ്പിക്കണില്ല. സ്കൂളിൽ മൊബൈൽ കണ്ടുപിടിച്ചതും ലാപ്ടോപ്പ് കണ്ടുപിടിച്ചതും ആരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു തിരക്കിലാണ് സ്കൂളിലത്തെ അവസ്ഥ. അതാണ്. അല്ലെങ്കിൽ വല്ല പാട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല രാകേഷിൻ്റെ കഥകളുണ്ടാവും. അതൊക്കെയാണ് സ്കൂളിലത്തെ അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ശരിക്കും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഇതേക്കുറിച്ചിട്ടൊക്കെ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് എന്തുണ്ടാവണം, ഒരു ധാരണ ഉണ്ടാവണം. അത്തരത്തിലുള്ള പരിപാടികളുമായി സർക്കാർ പോകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.